اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സ്നേഹധരണികരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണബദ്ധമായി ജീവിതം നയിക്കുന്ന, അവൻ്റെ യഥാർത്ഥ പൊരുത്തത്തിലായി സ്വർഗാവകാശിയായി പാപമോചനത്തിന് അർഹരായി വിട പറഞ്ഞു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ, സാധുക്കളായ പാപികളായ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൗതിക ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയപ്പോൾ സൂറത്തുൽ ഹദീദിന്റെ 20-ാമത്തെ വചനമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ ആദ്യമായി ഞാൻ ഓതി കേൾപ്പിച്ചത്.
യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹു. നിങ്ങൾ അറിയണം, ഐഹിക ജീവിതം എന്നത് കളിയാണ്, വിനോദമാണ് എന്ന് അല്ലാഹു പറയുന്നു. അതോടൊപ്പം വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ധാരാളം അലങ്കാരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ജീവിതമാണ് ദുനിയാവ്. പരസ്പരം ദുരഭിമാനം നടിക്കലും ജീവിതത്തിന്റെ അലങ്കാരങ്ങളായ മക്കളിലും സമ്പത്തിലും പെരുപ്പം നടിക്കലുമൊക്കെയാണ് ദുനിയാവ് എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിനെ സൃഷ്ടിച്ചത് അവനാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അറിയുന്നതും അവനാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ജീവിതം എന്നത് കളിയും വിനോദവുമാണ്, അത് അലങ്കാരമാണ്, പരസ്പരം അനുഗ്രഹങ്ങൾ ലഭിച്ചതിന്റെ പേരിലുള്ള ദുരഭിമാനം നടിക്കലാണ്. അതോടൊപ്പം തന്നെ മക്കൾ, നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന നമ്മുടെ സമ്പത്ത്, ഇതിലൊക്കെയുള്ള പെരുപ്പം നടിക്കലാണ്. അല്ലാഹു ഈ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് എന്താ അറിയോ? കമസലി ഗൈസ് എന്നാണ്. ജീവിതം ഒരു മഴ പോലെയാണ്. മരണമെന്ന് പറയുന്ന ബെല്ല് മുഴങ്ങുന്നതിന്റെ മുമ്പേയുള്ള ഈ ജീവിതം ഒരു മഴ പോലെയാണ്. അല്ലാഹുവിന്റെ ഉപമ ശ്രദ്ധേയമാണ്. ആ മഴയുടെ പ്രത്യേകത അഅ്ജബൽ കുഫാറ നബാതു. ആ മഴയിലൂടെ മുളച്ചു പൊന്തുന്ന ചെടിവർഗ്ഗങ്ങൾ, ആ ചെടിവർഗ്ഗങ്ങൾ ആരെ ആശ്ചര്യപ്പെടുത്തി? കൃഷി ചെയ്യുന്ന ആളുകളെ ആശ്ചര്യപ്പെടുത്തി. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ. പിന്നീട് ആ ആശ്ചര്യപ്പെടുത്തി മുളച്ചു പൊന്തി വന്ന ചെടികൾ അത് വാടിപ്പോയി. വാടിപ്പോകുന്നതിന്റെ മുന്നേ അതിനൊരു മഞ്ഞ നിറം ബാധിച്ചു. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ണിൽ കാണുന്ന പല അവസ്ഥകളാണ്. സുമ്മ യകൂനു ഹുതാമ. പിന്നീട് ആകെ വാടി മഞ്ഞ ബാധിച്ച് തളർന്നു വീണ് അത് നുരുമ്പായി, വൈക്കോൽ തുരുമ്പുകളെ പോലെ ആയിത്തീർന്നു. ഇതാകുന്നു ദുനിയാവിന്റെ ഉപമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞത് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്നാണ്. പരസ്പരം പെരുപ്പം കാണിക്കൽ. ദുനിയാവിന്റെ പല കാറ്റഗറികൾ, അനുഗ്രഹങ്ങൾ, സൗന്ദര്യമാകാം, ആരോഗ്യമാകാം, സമ്പത്താകാം, ജോലിയാകാം, എക്കണോമിക്കൽ ലെവലുകളാകാം. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള പരസ്പരം പെരുമ നടിക്കലും വമ്പ് പറയലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നാണ്. ദുനിയാവിന്റെ ഒരു ചെറിയ അവസ്ഥയെക്കുറിച്ച് സൂറത്തു തകാസുറിന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു പറഞ്ഞത് ഈ പെരുപ്പം കാണിക്കലും ഈ വമ്പും ഈ അലങ്കാരവും ഒക്കെ ഏതുവരെയാണ്? ഹത്താ സുർതുമുൽ മഖാബിർ. ഏതൊരു മനുഷ്യനും ചെന്ന് കിടക്കാനുള്ള ഖബർ എന്ന് പറയുന്ന ആ ലോകത്തേക്ക് എത്തുന്നത് വരെയാണ്. 2 പ്രാവശ്യമാണ് അല്ലാഹു ആവർത്തിച്ചത് ആ അധ്യായത്തിൽ. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങൾ വഴി അറിയും, വീണ്ടും നിങ്ങൾ വഴി അറിയും. എന്താണ് അള്ളാഹുവിന്റെ താക്കീതിന്റെ ഉദ്ദേശം? പരലോകമാണ്. അപ്പൊ ഈ ദുനിയാവിന്റെ പെരുപ്പത്തിൽ പരലോകം മറന്ന ആളുകൾക്കുള്ള താക്കീതാണ് ഈ വചനത്തിൽ അള്ളാഹു നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ അധ്യാപകനാണ്, ഗുരുനാഥനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, മാലി വലദ്ദുന്യ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുന്ന് പറഞ്ഞ വാക്കാണ്. അവിടുത്തെ മശ്റുബയിൽ 1 മാസം കഴിയുന്ന കാലം ഒറ്റ ചോദ്യം, ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ്? അതായത് നമുക്ക് അതിനെ ഏത് രൂപത്തിലും വ്യാഖ്യാനിക്കാം. യാതൊരു ഉറപ്പും പറയാനില്ലാത്ത, ഒരു വേള തൻ്റെ മൊബൈൽ ഫോണിൽ 2 മാസത്തേക്കോ 1 മാസത്തേക്കോ റീചാർജ് ചെയ്ത 5G നെറ്റോ ഫ്രീ കോളുകളോ അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ വരെ ഉടമപ്പെടുത്തിയ നമ്മൾ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ജീവിതത്തിൽ ഒരു പുരുഷായുസിൽ അധ്വാനിച്ച പല സമ്പത്തും ആസ്വദിക്കാൻ നമ്മൾ ഉണ്ടാകുമെന്ന്
ഉറപ്പില്ല. അതാണ് മാലി വല ദുനിയ എന്ന് പറയുന്നത്. ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണോ, ഏതുപോലെയാണ് ഈ ദുനിയാവും ഞാനും തമ്മിലുള്ള ബന്ധം. നമ്മുടെ നേതാവ് പറയാണ്, ഇന്നമാ മസലി വ മസലു ദുനിയ കറാക്കിബിൻ ഇസ്തളല്ല തഹ്ത ഷജറ. ഒരു ട്രാവൽ, ഒരു യാത്ര പോകുന്നത് പോലെ ആ യാത്രയുടെ കാഠിന്യം കാരണം ഒരു മരത്തിന്റെ തണലിൽ റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയവന്റെ ഉപമ. ഒരിക്കലും ആ മരത്തണലിൽ നമ്മൾ കുറെ കാലം താമസിക്കുന്നില്ല. ക്ഷീണം മാറിയാൽ വീണ്ടും യാത്ര തുടരുന്നവനെ പോലെയാണ് ഈ ദുനിയാവിലെ ജീവിതം. എന്തൊരു ഉപമയാണ്, എന്തൊരു അധ്യാപകനാണ് നമ്മുടെ നേതാവ്. എല്ലാ സൈസ് ആളുകളും റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കുട്ടികളുണ്ട്, അതില് ടീനേജുകാരുണ്ട്, അതില് ചെറുപ്പക്കാരുണ്ട്, അതില് മധ്യവയസ്കരുണ്ട്, അതിൽ വാർദ്ധക്യത്തിലെത്തിയവരുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ അല്ലെ. എന്നിട്ട് പറയാണ് ക്ഷീണം മാറിയാൽ ആ തണലിനെ ഉപേക്ഷിച്ച് പോകുന്നവന്റെ ഉപമയാണ് എന്റെ ദുനിയാവിന്റെ ഉപമ. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ എത്രയോ തവണ നമ്മുടെ കർണപുടങ്ങൾ കൊണ്ട് കേട്ടതല്ലേ? ഈ പറയുന്നത് ആദ്യം എന്നോടാണ്, എന്നിട്ടേ നിങ്ങൾക്ക് ബാധകമുള്ളൂ. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ഉമ്മത്തിന്റെ കാലഘട്ടം മുന്നോട്ട് കാലചക്രം കറങ്ങുമ്പോ ഒരു കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്നാണ്. ആ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താ? അതായത് ഇസ്ലാമിന്റെ ശത്രുക്കൾ നമുക്ക് മേലെ മേൽക്കോയ്മ നേടുന്ന കാലം. അതിനെ എങ്ങനെ ഉദാഹരിച്ചു തരങ്ങള്? തീറ്റക്കൊതിയന്മാരായ ആർത്തിക്കൊതിയന്മാരായ ആളുകൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരു തളികയിൽ ഇങ്ങനെ ആവി പാറുന്ന ഭക്ഷണം വിളമ്പി വെച്ചിട്ട് തീറ്റക്കൊതിയന്മാർ ആ ഭക്ഷണം കഴിക്കാൻ ചാടി വീഴും പോലെ ഈ ഉമ്മത്തിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആക്രമിക്കുന്ന, മുസ്ലിമീങ്ങളെ മേൽ മറ്റുള്ളവർ മേൽക്കോയ്മകൾ വഹിക്കുന്ന ഒരു കാലഘട്ടം വരുന്ന എന്നത് പറഞ്ഞത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്താണ്. 1400 ചില്ലാനം കൊല്ലങ്ങൾക്കപ്പുറത്ത് ഓലമേഞ്ഞ മദീന പള്ളിയിലിരുന്ന് ഹബീബായ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ലോകം കേട്ട മഹാവചനം എന്താ പറഞ്ഞത്? ഇന്ന് എത്ര ഫിറ്റാണ് പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ ശരിക്കൊന്ന് കാത് തുറന്ന് കേട്ടു നോക്കി. എന്താ പറഞ്ഞത്? അങ്ങനെ ഈ ഉമ്മത്തിനെ ആക്രമിക്കുന്ന കാലം. എന്താ അത്ര കാരണം എന്നറിയോ? സ്വഹാബികളാണല്ലോ. ഓലെങ്ങനെ ഇതൊക്കെ കേൾക്കണവർ നിങ്ങള്? ഓല തലയിൽ ഒരു പക്ഷി പറന്നു വന്നിരുന്നാൽ ആ പക്ഷി പറക്കാതിരിക്കാൻ നമ്മുടെ ബോഡി എത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ ഇരിക്കുവോ അതുപോലെയാണത്രേ നബി അവർ കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ആ മഹാസത്യം ഇറക്കി വെച്ചിട്ട് അവരുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, നബിയെ, അന്ന് ഞങ്ങളുടെ എണ്ണക്കുറവ് മൂലമായിരിക്കുമോ? ഞങ്ങൾ മെജോറിറ്റി ആകില്ലേ അന്ന്? അതുകൊണ്ടായിരിക്കുമോ ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുക? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ബൽ അൻതും കസീർ എന്നാണ്. നിങ്ങൾ അന്ന് കുറെ ആളുകളുണ്ടാവും. ഈ ഉമ്മത്തിന്റെ എണ്ണപ്പെരുപ്പത്തിൽ ഈ ഉമ്മത്തിനെ വെല്ലാൻ അന്ന് ഒരു ആശയ പ്രത്യയശാസ്ത്രങ്ങൾക്കും സാധ്യമല്ലാത്ത വിധം ഈ ഉമ്മത്ത് വളരുന്ന കാലം. പക്ഷേ അന്ന് അവർക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്തേ അവർ ഇത്ര ക്വാളിറ്റി കുറഞ്ഞവരാകാനുണ്ടായ റീസൺ അവിടുന്ന് പറഞ്ഞത്, അതായത് ഉപമിച്ചത് എങ്ങനെ അറിയങ്ങളെ? മലവെള്ളം കുത്തി ഒലിച്ച് കലങ്ങി ഒഴുകി വരുന്ന മലവെള്ളം, ആ മലവെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചപ്പുകളും ചണ്ടികളും കുമിളകളും കൂട്ടം കുത്തി ഒഴുകുന്നത് പോലെ ഈ ഉമ്മത്തിന് ഒരു 5 പൈസയുടെ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് ഓരോ മുസ്ലിം മെമ്പർമാരും മാറുന്ന കാലം വരാനുണ്ട് എന്ന് നമ്മേക്കാൾ സ്നേഹിച്ച പ്രവാചകൻ നമ്മളെ കുറ്റപ്പെടുത്തിയതല്ല, വഹിയാണ് സംസാരിച്ചത്. എന്താ ഈ അവസ്ഥ വരാനുണ്ടായ കാരണം? ഒരു മഹാരോഗമാണെന്നാണ് പറഞ്ഞത്. ആ രോഗം അറബിയിലെ 3 അക്ഷരങ്ങൾ കൂട്ടിവെച്ച രോഗമാണ്. ആ രോഗത്തിന്റെ പേര് വഹ്ൻ എന്നാണ്. ഈ രോഗം മനുഷ്യനെ ബാധിക്കാൻ, പ്രത്യേകിച്ച് ഈ ഇരിക്കുന്ന നമ്മളെയൊക്കെ ബാധിക്കാനുണ്ടായ കാരണം പറഞ്ഞത് 2 വൈറസുകളാണ് അത്ര ആ രോഗത്തിനുള്ളത്. ഒന്ന് ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത് എന്നാണ്. ദുനിയാവിനോടുള്ള ജീവിക്കണം, സമ്പാദിക്കണം, ആർഭാട ജീവിതം നയിക്കണം, മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം പരമാവധി ആസ്വദിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മഹാരോഗം ദുനിയാവിനോടുള്ള ആർത്തിയാണ്. ഞാനല്ല, എന്നെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. നമുക്ക് ചിന്തിക്കാനില്ലേ? എന്താ പറഞ്ഞത്? അതായത് ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം, വകറാഹിയത്തുൽ മൗത്ത്. ഒരിക്കലും ഒരു നിരീശ്വരവാദിക്കോ നിർമ്മലവാദിക്കോ മതമുള്ളവനോ മതമില്ലാത്തവനോ കറുത്തവനോ വെളുത്തവനോ
രാജാതിർത്തികളുടെ വരമ്പുകൾ പങ്കിട്ടവനോ, ആർക്കും തന്നെ സംശയമില്ലാത്ത മഹായാഥാർത്ഥ്യം. അതിന് ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ശരി, കടന്നു വരുന്ന രംഗബോധമില്ലാത്ത കോമാളിയാകുന്ന മരണമുണ്ടല്ലോ, അതിനോടുള്ള ശക്തമായ വെറുപ്പ്. ഇത് രണ്ടും നമ്മളെ പിടിപെട്ടോ ഈ ഉമ്മത്തിനെ ആക്രമിക്കാൻ ശത്രുക്കൾക്ക് എളുപ്പമാണ് എന്ന് പറഞ്ഞു വെച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു വര മുത്തുനബിയിൽ വിശ്വസിച്ച ആദ്യത്തെ കുട്ടി എന്ന് മദ്രസ പഠിച്ചു. മുത്ത് ഹബീബിൽ വിശ്വസിച്ച ആദ്യത്തെ കുട്ടി എന്ന് നമ്മൾ പഠിച്ചു. ആ അലി റളിയല്ലാഹു അൻഹു ഹിജ്റ വേളയിൽ പ്രവാചകന്റെ പുതപ്പിന്റെ ഉള്ളിൽ മക്കാ മുശ്രിക്കുകൾ പുറത്ത് വാളുമേന്തി നിൽക്കുമ്പോൾ, നബിയെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിനെ മെല്ലെ അവിടുന്ന് എണീപ്പിച്ച് ആ പുതപ്പിന്റെ ഉള്ളിൽ നബിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പുതച്ചു മൂടി ഒരു വേള ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആ വല്ലാത്തൊരു സാഹസത്തിന്റെ മുതിർന്ന ഈമാനിന്റെ നിറകുടമായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ. വല്ലാത്ത വാക്കാണ്. ലോക മുസ്ലിം പണ്ഡിതന്മാർ ഏത് കാലഘട്ടത്തിലും ദുനിയാവിനോട് വിരക്തി ഉണ്ടാകാൻ കൊണ്ടുവന്ന ഒരു വല്ലാത്തൊരു പരാമർശമാണത്. അലി റളിയല്ലാഹുവിന്റെ അധരങ്ങളിൽ നിന്ന് ഹബീബായ പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞത്? ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ. ദുനിയാവെന്ന് പറയുന്നത് പിന്നിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകാണ്. അതായത് നമ്മൾ ഓടുകയാണ് ദുനിയാവ് ബാക്കോട്ട് പോവാൻ. പക്ഷേ നമ്മൾ ദുനിയാവിനെ ബാക്കോട്ടാക്കി മുന്നോട്ട് ഓടുമ്പോ മറ്റൊരു ലോകം നമ്മളിലേക്ക് ചീറി വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അനന്തമായ, ഒരിക്കലും അവസാനിക്കില്ല എന്ന് നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെച്ച ആ ലോകം നമ്മളിലേക്ക് അതിശീഘ്രം ഓടി വരികയാണ്. വലികുല്ലി വാഹിദൻ മിൻഹുമാ ബനൂൻ. ഈ രണ്ട് ലോകത്തിലും അതിൻ്റെതായ മക്കളുണ്ട് എന്നാണ്. ദുനിയാവിന് മക്കളുണ്ട്, പരലോകത്തിനും മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. മക്കളെ, അതേ സഹോദരങ്ങളെ, നിങ്ങളാകേണ്ടത് പരലോകത്തിന്റെ സന്താനങ്ങളാണ് എന്ന് അബൂബക്കർ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. ദുനിയാവിന്റെ ആളുകളാകല്ല. പച്ചക്ക് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോളി. നമ്മളിങ്ങനെ ഒറ്റക്ക് ഇരുന്നിട്ട് ആലോചിക്കുക, രണ്ട് തട്ടിലിട്ട് തൂക്കുക, ഞാൻ ഏതിനപ്പം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, ഞാൻ ഏതിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്ന് ആലോചിക്കുക. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഈ ദുനിയാവിന്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്, ഇവിടെ പ്രവൃത്തിയേ ഉള്ളൂ, ഇവിടെ വിചാരണ ചെയ്യപ്പെടൂല. ഇവിടെ വിചാരണയില്ല. നീ കണ്ടതിനെ കുറിച്ച് റബ്ബ് ഇവിടുന്ന് ചോദിക്കൂല നിന്നോട്. നീ തിന്നതിനെ കുറിച്ച് ചോദിക്കൂല നിന്നോട്. നീ ശ്വസിച്ചതിനെ കുറിച്ച് ചോദിക്കില്ല നിന്നോട്. നീ സ്വകാര്യതകളിൽ അനുഭവിച്ചതിനെ കുറിച്ച് ചോദിക്കില്ല നിന്നോട്. നീ ചെയ്ത ഇബാദാത്തുകളെ കുറിച്ച് ഒന്നും ചോദ്യമല്ല ഇവിടെ. എന്നാൽ നാളെ വരാനിരിക്കുന്ന ലോകം വഹിസാബ്, അത് വിചാരണയുടെ മാത്രം ലോകമാണ്. അന്ന് പള്ളിയിലേക്ക് പോണ്ട, അന്ന് മദ്രസയിലേക്ക് പോണ്ട, അന്ന് ദീനീ സദസ്സുകളിലേക്ക് പോണ്ട, അന്ന് നീ ദഅവാ രംഗങ്ങളിലേക്ക് വിയർപ്പൊഴുക്കി ഇറങ്ങണ്ട. അന്ന് നിനക്കുള്ള ഒരു ലോകം എന്ന് പറയുന്നത് അത് വിചാരണയുടെ മാത്രം ലോകമാണ്. അന്ന് ആ വിചാരണ കോടതിയിൽ നീ കയറി നിൽക്കുമ്പോ റബ്ബിന്റെ ഓരോ ചോദ്യങ്ങൾക്കും അളന്നു മുറിച്ച കൃത്യമായ മറുപടി കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? ഓന്റെ കാര്യം പോക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാര്യം വളരെ കൃത്യമാണ്. എന്നിട്ട് അവിടുന്ന് പറയാണ്, അലി റളിയല്ലാഹു അൻഹു പറയാ, വല അമലുൻ. അവിടെ അമലില്ല. ആ ലോകത്ത് എന്തില്ല? അമലില്ല. ഇവിടെയോ? ഇവിടെ അമലേ ഉള്ളൂ, വിചാരണല്ല. അവിടെയോ അമലില്ല, വിചാരണയുള്ളൂ. തിരിച്ചു പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കുറെ അനുഭൂതികളുടെ, കുറെ ആസ്വാദനങ്ങളുടെ ലോകമാണ് എന്ന് അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. മാത്രമല്ല, മരണത്തെ ധാരാളം ഓർക്കണമെന്ന് പഠിപ്പിച്ച ഗുരുവാണ് നമ്മുടെ നേതാവ് ഹബീബുന വശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ലോക ഗുരു പറഞ്ഞതെന്താ? നിങ്ങൾ മരണത്തെ ധാരാളം ഓർക്കണം. നമുക്കൊരിക്കലും ഇഷ്ടമില്ലാത്തൊരു സാധനം മരണം. ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതിൽ ഏറ്റവും വലിയ പരീക്ഷണം ഏതാ? അത് മരണമാണ്. അത് മരണമാണ്. ആ മരണത്തെ കുറിച്ച് ധാരാളം ചിന്തിക്കാൻ പറഞ്ഞത് കുടുംബജീവിതം വേണ്ട എന്ന് വിചാരിച്ച് മൂലക്ക് കുത്തിരിക്കാനല്ല, ജോലിക്ക് പോകാതിരിക്കാനല്ല, കുളിക്കാതിരിക്കാനല്ല, പെർഫ്യൂമുകൾ ഉപയോഗിക്കാതിരിക്കാനല്ല, താടിയും മുടിയും ക്ലിയർ ആക്കാതെ നടക്കാനല്ല, ഭ്രാന്തനെ പോലെ നടക്കാനല്ല. പിന്നെയോ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നാളെയുള്ള അനന്തമായ പരലോകത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ്. എത്രയോ പള്ളി മിമ്പറുകളിൽ ഖതീബന്മാർ പറയുന്ന വചനം നിങ്ങൾ ധാരാളം ഓർക്കണേ എന്നാ പറഞ്ഞത്. എന്തിന്?
ധാരാളം ഓർക്കാൻ പറഞ്ഞത് എന്തിനെയാണ്? അത് മരണത്തെയാണ്. അതായത് ജീവിതത്തിൽ വരാനിരിക്കുന്ന മരണത്തെ. എന്തിനു വേണ്ടിയാണ്? ആ പരലോകത്തിനൊരുങ്ങാൻ അല്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി, എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിലേ നിന്റെ കൂടെ നല്ലൊരു ഉപദേശകൻ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു, അത് ചെയ്യല്ലടാ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ നല്ല കാര്യല്ലേ? എന്നാൽ ആരുമില്ലെങ്കിലും നിനക്ക് ഉപദേശകനായി മരണം മതി എന്ന് പറഞ്ഞ ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തുണ്ടല്ലോ, ഇത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരത്തിൽ കൊത്തിവെച്ച് അതിടക്കിടക്ക് നോക്കി നടന്നിരുന്ന ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവർ അതിനെ അന്വർത്ഥമാക്കിയിരുന്നു. നമ്മൾ ഇടക്കത് മറക്കുന്നോണ്ടാണ് പല രംഗത്തും നമ്മളിങ്ങനെ പടച്ചോനെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരുന്ന. അള്ളാഹു നമുക്ക് കൂടുതൽ ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അബൂ ഹുറൈറ ആരാണ്? 4 കൊല്ലം നബി ചവിട്ടിയെടുത്ത് മാത്രം ചവിട്ടിയ ആളാണ്. അള്ളാഹിന്റെ റസൂല് ഭക്ഷണം കഴിക്കുമ്പോൾ മുഖത്ത് നോക്കിയിരുന്ന ആളാണ്. ഹബീബായ പ്രവാചകൻ ഉറങ്ങുമ്പോൾ നബിയെ നോക്കിയിരുന്ന ആളാണ്. മസ്ജിദുൻ നബവിയിലെ അസ്ഹാബു സുഫയിലെ ദാരിദ്രന്മാർ ദീന് പഠിക്കാൻ വേണ്ടി മാറ്റിയിരുത്തിയപ്പോ അവരുടെ നേതാവാണ് അബൂ ഹുറൈറ അല്ലേ? ആ അബൂ ഹുറൈറ മരുഭൂമിയിൽ ബോധം കെട്ട് വീണിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? അറിവന്വേഷിച്ചു കൊണ്ടുള്ള വഴി യാത്രയിൽ അദ്ദേഹം വീണിട്ടുണ്ട്. ആ അബൂ ഹുറൈറയുടെ പ്രത്യേകതകൾപ്പെട്ട മറ്റൊന്നെന്താ നിങ്ങള്? അദ്ദേഹം ഒറ്റ യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒറ്റ യുദ്ധത്തിലും പങ്കെടുക്കാത്ത സഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? അദ്ദേഹത്തോട് നബി പറഞ്ഞു, മദീന പള്ളിയിൽ കണക്ഷൻ ഇട്ടിട്ട് സമൂഹത്തിന്റെ പണം കൊണ്ട് നബി വളർത്തിയിരുന്ന കുറച്ച് ആലിമീങ്ങളുണ്ട്. അവരുടെ പേരാണ് അസ്ഹാബു സുഫ. ഓല നേതാവാണ് അബൂ ഹുറൈറ. ആ അബൂ ഹുറൈറയോട് പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ ഇൽമിന് വേണ്ടി ഇവിടെ കുത്തിരുന്നോളി എന്നാ പറഞ്ഞത്. അത്ര പ്രാധാന്യമുണ്ട് ദീനിൽ ഇൽമിന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ അബൂ ഹുറൈറയാണ് മദീന മാർക്കറ്റിൽ ചെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞത്, ജനങ്ങളെ അനന്തര സ്വത്ത് മദീന പള്ളി കൊടുക്കുന്നുണ്ട്, നിങ്ങളവിടെ നിൽക്കല്ലേ, ഓടിച്ചെല്ലി എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ വിചാരിച്ച് അവിടെ നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സമ്പത്ത് കിട്ടുന്നുണ്ട് വിചാരിച്ചിട്ട് എല്ലാവരും കച്ചവടമൊക്കെ നിർത്തി ഓടി. അങ്ങനെ മദീന പള്ളിയിൽ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്താണെന്നറിയങ്ങളെ? അള്ളാഹിന്റെ റസൂല് സഹാബികൾക്ക് ദീന് പകർന്നു കൊടുക്കണ കാഴ്ചയാണ് കണ്ടത്. ആളുകൾ അബൂ ഹുറൈറയോട് ചോദിച്ചു, എവിടെയാണ് അനന്തര സ്വത്ത്? അദ്ദേഹം പറഞ്ഞു, ഇതാ കാണുന്നില്ലേ എന്നാ പറഞ്ഞു. അല്ലേ? നമ്മൾ എത്ര പേരത് സ്വായത്തമാക്കാറുണ്ടെന്നാൽ ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത 7 ആളെങ്ങനെ വരിക്ക എഴുതിയാലേ അതിലാദ്യം ഇദ്ദേഹത്തിന്റെ പേരേ വരുള്ളൂ. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്താ നിങ്ങള്? 4 കൊല്ലം മാത്രമേ പ്രവാചകനെ കണ്ടിട്ടുള്ളൂ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. യമനിയാണ് അദ്ദേഹം, മക്കക്കാരനല്ല, മദീനക്കാരനല്ല. സൗദി ജസീറയുടെ പുറത്ത് ജീവിച്ച യമനിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ പറയാണ്, ബാദിറു ബിൽ അഅ്മാലി സബഅൻ. ചുരുക്കം 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. 7 കാര്യങ്ങൾ വരുന്നതിന്റെ മുന്നേ. അത് 7 കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. അതിലൊന്ന് പറഞ്ഞെന്താ നിങ്ങള്? ഹൽ തൻദുറൂന ഇല്ലാ ഫഖറൻ മുൻസിയാന. എല്ലാറ്റിനെയും മറപ്പിക്കുന്ന ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുന്നതിന്റെ മുന്നേ ഇപ്പോഴുള്ള ധന്യതയെ റബ്ബിന് വേണ്ടി ഉപയോഗിക്കാൻ പഠിച്ചോ എന്ന് പറയാം. ഞാൻ അതിനൊന്നും വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടാമത് പറഞ്ഞെന്താ അറിയോ? അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന നിന്റെ സമ്പത്തുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് നീക്കിരിപ്പുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നൊരു പേടില്ലായ്മ വരും നമുക്ക് അല്ലേ? ആ അഹങ്കാരം തോന്നിപ്പിക്കാൻ സാധ്യതയുള്ള സമ്പത്ത്, ആ സമ്പത്തിന്റെ അവസ്ഥയിലേക്ക് ഉത്തുംഗതിയിലെത്തി അള്ളാനെ മറക്കണിന് മുമ്പ് ഇപ്പോഴുള്ള ആ അവസ്ഥയെ നീ എന്ത് ചെയ്തോ? കാര്യമായി ഉപയോഗപ്പെടുത്തിക്കോന്നാണ്. ഔ മറലൻ മുഫ്സിദ. ഒരു മനുഷ്യ ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹിദായത്ത് എന്ന് പറയുന്ന, സന്മാർഗം എന്ന് പറയുന്ന മഹാ അനുഗ്രഹം കഴിഞ്ഞാൽ അവന് കിട്ടിയ 2ാമത്തെ അനുഗ്രഹമാണ് അവന്റെ ആരോഗ്യം. ഈ ആരോഗ്യം രോഗത്തിന്റെ വഴിമാറുന്നതിന് മുന്നേ നീ ഈ ചുറുചുറുക്കുള്ള ആരോഗ്യത്തെ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്ത്. അള്ളാഹിന്റെ റസൂല പറയണ കേട്ടോ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ ഹറമൻ മുഫന്നിദ. നിന്റെ ബുദ്ധിയെ ഈ ചന്നി ബാധിക്കുന്നറിയില്ല, അതായത് ബുദ്ധിഭ്രമം ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് നീ എത്തുന്നതിന്റെ മുന്നേ ഇപ്പോഴുള്ള ബോധാവസ്ഥയെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കേ. ഔ മൗതൻ മുഹ്ജിസ ഔ മൗതൻ മുജ്ഹിസ എന്നവിടുന്ന് പറഞ്ഞു. എല്ലാം അവസാനിപ്പിക്കുന്ന മരണമുണ്ടല്ലോ, അതുവരെയുള്ളൂ ദുനിയാവിലെ സമയം.
അതുവരെയുള്ള സമയം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയ ഒരു ചെറിയ മെസ്സേജ് എന്താണെന്നറിയാം? നമ്മളെ പള്ളിയിലെ സുഹൃത്ത് അയച്ചതാണ്. ഒരു വളരെ പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള 2 വർഷം മാത്രം ബാക്കിയുള്ള 2 വയസ്സായ ഒരു കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. തലച്ചോറിൽ ബ്ലീഡിംഗ് ആണ്. ഇപ്പൊ വെന്റിലേറ്ററിലാണ് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിയുള്ളത്. ഓപ്പറേഷൻ പറഞ്ഞിക്ക തലക്ക്, അല്ലേ? എന്നാലോചിച്ച് നോക്കി നിങ്ങള്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഇനി ഞാനൊരു തിരിച്ചുവരവ്, എനിക്ക് റിട്ടേൺ ഇല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഓന്റെ മനസ്സിന്റെ ക്യാൻവാസിലൂടെ ഓടുന്ന ഓട്ടങ്ങളിൽപ്പെട്ട ഒന്നെന്താണെന്നറിയോ? പടച്ചോനെ, എൻ്റെ പള്ളി, എൻ്റെ ജമാഅത്ത്, എൻ്റെ ദഅവ പ്രവർത്തനങ്ങൾ, എൻ്റെ ഖുർആൻ പാരായണങ്ങൾ, എൻ്റെ അദ്കാറുകൾ, എൻ്റെ ആദർശ ശുശ്രൂഷകൾ, എൻ്റെ സ്വതക്കകൾ, ഇങ്ങനെ നന്മകൾ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മുടെ കച്ചവടങ്ങളില്ല, അവിടെ നമ്മുടെ ദുനിയാവില്ല, അവിടെ നമ്മുടെ ഭാര്യമാരില്ല, അവിടെ നമ്മുടെ മക്കളില്ല. മനുഷ്യ മനസ്സിന്റെ ക്യാൻവാസിലൂടെ അപ്പോൾ ഓടുന്നത് ഒന്ന് മാത്രം, നന്മ. അതിനുവേണ്ടി കാത്തു നിൽക്കണ്ട. അതുകൊണ്ട് ഈ 7 എണ്ണം ഉപയോഗപ്പെടുത്തിക്കോ എന്ന് അവിടുന്ന് പറയുമ്പോ, അതേ 6ാമത്തത് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? ആ കുട്ടിയുടെ വിഷയം ഞാൻ പൂർത്തിയാക്കിയില്ല. ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടിയുടെ പ്രയാസം എന്താണോ അതെത്രയും പെട്ടെന്ന് ശിഫ നൽകി ആ കുടുംബത്തിലേക്ക് അല്ലാഹു ആ മകനെ നൽകുമാറാകട്ടെ എന്ന ദുആക്ക് വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ 6ാമത് പറഞ്ഞത് അബിദ്ദജ്ജാൽ. ഈ ദുനിയാവിലേക്ക് ഇനി വരാനിരിക്കുന്ന വലിയ ഫിത്തനകളിൽ ഒന്നാണ് ദജ്ജാൽ. ഫശറുൻ ആയിബുൻ യുൻതദർ. അവനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇതിന്റെ ഷർഹ് എന്താ അറിയോ നിങ്ങൾ? ഇതിന്റെ വിശദീകരണം എന്താ അറിയോ? ദജ്ജാൽ വന്നാൽ നിങ്ങളെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന. കാരണം ഭൂമിയിൽ നിന്ന് അവൻ ചെടികൾ മുളപ്പിക്കും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കും, മരിച്ചവരെ വരെ റസ്മുകളിൽ നിന്ന് വരെ കബാളികളെ എണീപ്പിച്ചു നിർത്താൻ അവന് കഴിയും. ഒരു ജീവനുള്ള മനുഷ്യന്റെ മൂർധാവിലൂടെ ഒരു കത്തിയിറക്കിയിട്ട് 2 കഷ്ണങ്ങളാക്കി ഇടപല ഭാഗങ്ങളിലേക്ക് മറിച്ചിട്ട് അതിന്റെ ഇടയിലൂടെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്ന ദജ്ജാലിനെ ഹദീസിലൂടെ പരിചയപ്പെടുത്തി ഹബീബായ നേതാവ്. എന്നിട്ട് ആ കൊന്ന മനുഷ്യനെ ദജ്ജാലി തന്നെ ജീവൻ വരട്ടെ എന്ന് പറഞ്ഞ് ആളുകളെ മുമ്പിൽ മഹാത്ഭുതങ്ങൾ കാണിക്കുമ്പോ, ഇന്ന് ഏതോ ഒരു ഔലിയ, ഏതോ കാലത്ത് ജീവിച്ച ഒരാള്, അയാളെ കുറിച്ച് ഏതോ ഒരു മോലേര് എന്തോ ഒരു കറാമത്ത് പറഞ്ഞതിന്റെ പേരിലാണ് കുറെ ആളുകൾ ഇപ്പൊ അതിന്റെ പിന്നാലെ കൂടുന്നത്. എന്നാലേ ഈ ചങ്ങാതിയായ ദജ്ജാലുണ്ടല്ലോ, ഓൻ പച്ചക്കാണ് എല്ലാം കാണിച്ചു തരിക. അതുകൊണ്ട് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ആ കാലത്തിലേക്ക് നിങ്ങൾ കാത്തു നിൽക്കല്ല, ആ ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കുമെന്നാ പറഞ്ഞത്. ഇതിലേക്കാൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് നന്നാകാൻ വേണ്ടി മുത്തുനബി പറഞ്ഞു തരേണ്ടത്? വല്ലാഹു അലം. പിന്നെ പറഞ്ഞെന്താ 7ാമത്തത് അവിസ്സാ. ഈ പറയപ്പെട്ടതിനെ ഒക്കെ അവസാനിപ്പിക്കുന്ന ഒരു സമയം വരാണ്ട്, അന്ത്യനാൾ. ആ അന്ത്യനാൾ എന്ന് പറയുന്ന ഫസ്സാഅത്തു അദ്ഹാ വ അമർ, ആ ഭയാനകരമായ അത്യന്തം കഠിനമായ ആ ലോകത്തെ കാത്തു നിൽക്കണ്ട, ആ സമയത്തെ കാത്തു നിൽക്കണ്ട. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കും, എൻ്റെ അമ്മോശ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ സ്നേഹിക്കും, എൻ്റെ മരുവൻ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ സ്നേഹിക്കും. അങ്ങനെയല്ല. ആരെന്നെ സ്നേഹിച്ചാലും ആരെന്നെ വെറുത്താലും എൻ്റെ റബ്ബ് എന്നോട് വരച്ച് കാണിച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലൂടെ ഞാൻ പോകും. അത് ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കും, അത് പറയേണ്ടടുത്ത് പറയും, സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചു, ഇങ്ങനെ മുന്നോട്ട് പോകും. അതാണ് നിലപാട്. ആലോചിച്ചു നിങ്ങൾ. ഇതായിരിക്കണം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇതന്നല്ലേ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യം ഉപയോഗപ്പെടുത്തേണ്ട വിധങ്ങൾ പറഞ്ഞത്. അത് ഞാൻ പറയണില്ല, അതൊക്കെ നമ്മൾ കേട്ടതാ അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ എപ്പോഴും തേടി വരില്ല. അവസരങ്ങൾ എപ്പോഴും തേടി വരില്ല. യൗവനം. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളോട് ഞാൻ പറയാണ്, യുവാക്കളെ, ഹറാമുകൾ ചെയ്യല്ല, തിന്മകളിലേക്ക് പോകല്ല. പെത്തടിനും MDMA-യും ഹസീഷും അതുപോലെയുള്ള സിറിഞ്ചും ഉപയോഗിച്ച് ആരോഗ്യമാകുന്ന മഹാവസ്ഥയെ നശിപ്പിക്കല്ല. കാരണം ലോകം ഇന്നൊരു മഹാവലയത്തിലാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് വരെ ഈ മിമ്പറിൽ ഞാൻ സംസാരിക്കുന്ന ഈ സമയത്തെ, ഈ ദിവസത്തിലെ ഈ സമയം വരെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് MDMA-യുടെ വലിയ ഒരു അളവ് തൂക്കവുമായി കുറച്ച് യുവാക്കൾക്കിടയിലായി എന്നാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എന്തിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചോൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഘനമുള്ള ചോദ്യം നിന്റെ യുവത്വമാണ്. ആ യുവത്വം നീ ഉപയോഗിക്കേണ്ടത് എവിടെയെങ്കിലും അറിവിന്റെ മജ്‌ലിസുകൾ ഉണ്ടെങ്കിൽ തന്റെ ചങ്ക് ബ്രോയെയും കൂട്ടി വണ്ടിമ്മ കയറ്റി പോരെ, എന്നിട്ട് അവിടെ ഇരിക്കേ, എന്നിട്ട് പഠിക്കേ. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ ചിറകിന്റെ അരികിലിരുന്ന് പ്രാർത്ഥന ലഭ്യമാകാൻ. കാസർഗോഡ് ജില്ലക്കാരെ, സമുദ്രം നിങ്ങൾക്ക് അന്യമല്ലല്ലോ. സമുദ്രത്തിന്റെ ആഴികളിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ട്.
ആ ജീവജാലങ്ങളുടെ മുഴുവൻ ഇസ്തിഗ്ഫാർ കിട്ടുന്നവരാണ് അറിവിന്റെ സദസ്സിലേക്ക് വന്നിരിക്കുന്നവർ എന്ന് പഠിപ്പിച്ച ആ മഹാനുഗ്രഹത്തിന്റെ സദസ്സിൽ യുവാവേ, നീ എന്തേ വരുന്നില്ല? നീ ക്ലബുകളിലുണ്ടല്ലേ, നീ സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ ഇടാനുണ്ടല്ലേ, നീ ജിംനേഷ്യങ്ങളിൽ സജീവമാണല്ലേ, നീ ട്രിപ്പുകളിൽ സജീവമാണല്ലേ, നിന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ കഫേകളിലും അതുപോലെ തന്നെയുള്ള ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഫുഡ് കഴിക്കാനുണ്ടല്ലേ. തെറ്റാണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്ന് പോകാൻ, അതിനാണ് യുവത്വം. ആ അറിവ് നേടാൻ, നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഉമറിന്റെ കാരിരുമ്പ് പോലെയുള്ള ഹൃദയത്തെ വെണ്മയാർന്ന ഹൃദയത്തിന്റെ ഉടമയാക്കി മാറ്റിയ, ഉമറിന്റെ ഹൃദയത്തെ മാറ്റിയ പരിശുദ്ധ കലാമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആൻ പഠിക്കുന്ന മജ്ലിസിൽ നിന്റെ 2 വീലർ എടുത്ത്, നിന്റെ 4 വീലർ എടുത്ത് നീ എണ്ണ കത്തിച്ച് നിന്റെ സമയം കളഞ്ഞ് നീ പോ. ഇത് എന്തിനു വേണ്ടിയാണ്? ആളെ കൂട്ടാനല്ല. ഖബറിൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് അതെ ചെരിഞ്ഞു കിടക്കാൻ പോലും ഗ്യാപ്പില്ലാത്ത മണ്ണറക്കൂട്ടിൽ സുഖമായി കിടക്കാൻ. ഇത് എത്ര കാലായി പറയണു? പറഞ്ഞ് അമ്മക്കന്നെ മടുത്തു അല്ലേ? പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഏത് സമയത്ത് ക്ലിക്കാകുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടത് ഇങ്ങനെ ആവർത്തിക്കണം. ഇബാദത്തുകൾക്ക് വേണ്ടി യുവാവേ സമയം കണ്ടെത്തും. ദഅവത്തിന് വേണ്ടി നീ ഇറങ്ങുക. ആരെപ്പോലെ നിങ്ങൾക്കറിയോ? ഈ ഓരിമുക്ക് സലഫി പള്ളിന്റെ റോട്ട് കൂടി ഒരാളിങ്ങനെ പോയാൽ അയാൾ ബോഡിയിൽ അടിച്ച ആ പെർഫ്യൂമിന്റെ വാസന ഇങ്ങോട്ട് വരികയും ആ വാസന അവിടെ കുറേ നേരം തങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ. മാത്രമല്ല, ആ പെർഫ്യൂമിന്റെ ഉടമ ആരാണോ അയാളെ കാണാൻ വേണ്ടി നമ്മൾ റോട്ടിൽ ഇറങ്ങിയിട്ട് അയാളെ നോക്കിയപ്പോ അയാളെ ഭംഗി കൊണ്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അയാൾ ശരീരത്തിലിട്ട വസ്ത്രമാകട്ടെ യമനിൽ നിന്നും അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകം ലഭ്യമാകുന്ന ഇന്നത്തെ ഏറ്റവും കോസ്റ്റ്ലി ഡ്രസ്സ് ഏതാണോ അതുപോലെയുള്ള ഡ്രസ്സ് ഉപയോഗിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു മക്കയിൽ. അറിയുക, അദ്ദേഹം രാവിലെ ഇട്ട ഡ്രസ്സ് ഉച്ചക്ക് ചേഞ്ച് ചെയ്യും. പിന്നീട് അദ്ദേഹം ഊരി മാറ്റിയ ഡ്രസ്സ് ജീവിതത്തിൽ ധരിക്കൂല. ഒരു ദിവസം 3 ജോഡി മാറ്റും. പേര് മുസ്അബ് ബിൻ ഉമൈർ. പേര് മുസ്അബ് ബിൻ ഉമൈർ. യുവാക്കളെ, നിങ്ങളോടാണ്. അർഖം ബിൻ അബിൽ അർഖം എന്ന് പറയുന്ന സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങറ്റത്ത് കാണുന്ന ഒരു കൂരയുണ്ടായിരുന്നു. ആ കൂരയാണ് ഇസ്ലാമിക ലോകത്തിന് ഒന്നാമതായി ദഅവത്തിന്റെ വേദിയൊരുങ്ങിയത്. അവിടെയാണ് 3 കൊല്ലത്തെ രഹസ്യ പ്രബോധനം നടന്നത്. ആ രഹസ്യ പ്രബോധനത്തിന് വേണ്ടി 18 വയസ്സുകാരനായ അർഖം എന്ന് പറയുന്ന സ്വഹാബി വീട് വിട്ടുകൊടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ ജീവിതം നയിച്ച യുവാവിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? ആർക്കാണ് ഈ വീട് അനുവദിച്ചു കൊടുക്കുന്നത്? വീട് അനുവദിച്ചു കൊടുത്തു എന്നറിഞ്ഞാൽ കഴുത്തിലേക്ക് വാളേന്താൻ സാധ്യതയുള്ള, ജീവൻ വരെ നഷ്ടമാകാൻ സാധ്യതയുള്ള ആ സിറ്റുവേഷനിലാണ് അദ്ദേഹം വീട് വിട്ടുകൊടുത്തത്. 30 പേരെ നേടിയെടുത്തു ആ രഹസ്യ പ്രബോധനത്തിൽ. അതിലൊരാളാണ് മുസ്അബ് ബിൻ ഉമൈർ. അദ്ദേഹം ഷഹീദാകണ എവിടെ അറിയങ്ങള്? ഉഹുദ് യുദ്ധത്തിലാണ്. എങ്ങനെ ഷഹീദാകണ അറിയോ? ഉഹുദിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പതാകവാഹകനായിരുന്നു. കേട്ടിട്ടുണ്ടാവും. ആ പതാകവാഹകനായ മുസ്അബിന്റെ വലത് കൈയിലേക്ക് വെട്ടുകിട്ടിയിട്ട് പതാകയടക്കം മുറിഞ്ഞ് താഴെ വീണു എന്നുണ്ട് ചരിത്രത്തിൽ. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളിങ്ങനെ ഒന്നും ചെയ്യണം. നമുക്കിങ്ങനെ കയ്യും കാലും വട്ടേണ്ട കേസൊന്നുമില്ല അല്ലേ? വണ്ടി എടുത്തൊന്ന് പള്ളിയിൽ പോയിരിക്കുക, ഈമാൻ കൂടുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടപെടുക. ഇതിനു പോലും നമ്മളെ കിട്ടണില്ലെങ്കിൽ നമ്മളെ ഈമാനിൽ നല്ല ബൈപ്പാസ് സർജറിക്ക് വിധേയാക്കണം. ഉറപ്പാണ്. നമ്മളിങ്ങനെ ഒരു വെള്ളിയാഴ്ച ജുമാ ഉണ്ട്, വേറെ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയായി പറയാൻ? ആലോചിച്ച് നോക്കി. ഇങ്ങനെ മതിയോ? അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് എന്തിനാണോ അത് നീ മറന്നു. അതാ ഞാൻ പറയുന്ന ദുനിയാവ് നമ്മൾ അറിയാതെ പിടികൂടിയിട്ടു. ഹുബ്ബുദ്ദുന്യ വന്നിട്ടുണ്ട്. വക്കറാഹിയത്തിൽ മൗത്ത് എവിടെയോ കിടപ്പുണ്ട്. മുസ്അബിന്റെ ചരിത്രം കേൾക്കണോ? ദൗത്യം ഏൽപ്പിച്ചത് പതാക പിടിക്കാനാ. അതുകൊണ്ട് ആ പോയിന്റ് നോക്കിയിട്ടാണ് യുദ്ധത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പതാക എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് കൈമുറിഞ്ഞത് നോക്കിയില്ല. അദ്ദേഹം ഇടത്തെ കൈയിലേക്ക് പതാക പിടിച്ചു എന്നാണ്. ഉടനെ തന്നെ ഇടത്തെ കൈമ വെട്ടുകിട്ടി ആ കൈ മുറിഞ്ഞു വീണൂന്ന് മുസ്അബിന്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ? ഹിജ്റ 3 ഉഹദിന്റെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ. പക്ഷെ എന്നിട്ടും മുസ്അബ് ചെയ്തെന്തറിയോ? കൈ മുറിഞ്ഞു പോയ കുറ്റികൾ, അതുകൊണ്ട് അത് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കമിഴ്ന്നു വീണിട്ട് ആ പതാക ഇങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം എണീറ്റ് നിന്നാണ്. പിന്നെ വെട്ടിട്ടിയത് നെഞ്ചത്തേക്ക് അദ്ദേഹം ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ടാണ് ആ ഭൂമിയിൽ ഷഹീദായി വീഴുന്നത്.
അന്ന് അദ്ദേഹത്തിന്റെ ശരീരം റസൂലുള്ള കണ്ടപ്പോൾ മണലിലേക്ക് തലച്ചവിട്ടി താഴ്ത്തി സുന്ദരനായ മുസ്അബിന്റെ ശരീരം തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മുസ്അബേ, മക്ക കണ്ട ഏറ്റവും വലിയ സൗന്ദര്യമായിരുന്നു നീ ഉപയോഗിക്കുന്ന അത്ര നല്ല ഭംഗിയുള്ള വസ്ത്രം ഉപയോഗിച്ച വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതെ, അത്രത്തോളം സുഗന്ധമുള്ള പെർഫ്യൂം ഉപയോഗിച്ച ആരും ഉണ്ടായിരുന്നില്ല. ആ നീയാണല്ലോ ജട പിടിച്ച മുടിയുമായി, രക്തം പുരണ്ട ശരീരമായി, കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി ഈ കിടക്കുന്നത് എന്ന് ചോദിച്ച മുസ്അബിന്റെ ചരിത്രം തീർന്നോ? ഇല്ല. അല്ലെ, ഇദ്ഹർ പുല്ല് എന്ന് പറയുന്ന ഒരു പുല്ലിന്റെ കഥയുണ്ട് മുസ്അബിന്റെ ചരിത്രത്തിൽ. അതെന്താ? ഷഹീദായ ആളെ 3 കഫം പുടയിലൊന്നും പൊതിയണ്ട, ഒറ്റ തുണി പൊതിഞ്ഞാൽ മതി, കുളിപ്പിക്കും വേണ്ട. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ തല ഒരൊറ്റ കഫം പുടവേണ്ട പൊതിയാണ്. അപ്പൊ ഇങ്ങോട്ട് വലിച്ചാലേ കാല് പുറത്താവുകയാണ്, കാലുമൊക്കെ വലിച്ച തല പുറത്താകാണ്. എന്താ മനസ്സിലായി? വലിപ്പല്ല. എന്താ ചെയ്യുന്നത്? കാല് തലയിലേക്ക് വലിച്ചിട്ട് കാലിൽ ഇദ്ഹർ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഒരു കാലത്ത് ധനാഢ്യനായ മുസ്അബിന്റെ ശരീരം ഖബറിലിറങ്ങുന്നത്. ആഗ്രഹിച്ചതെന്താ? സ്വർഗം. നമ്മൾ എവിടെയാണ്? ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഓലൊക്കെ ചെന്ന് നിൽക്കണ മഹ്ശർ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ഒരു വേദിയില്ല. ഓലയൊക്കെ വിചാരണ ചെയ്യുന്ന പടച്ചോൻ തന്നെയാണ് നമ്മളെ വിചാരണ ചെയ്യുക. അവര് കടന്നു പോകുന്ന നരകത്തിന്റെ ബൈന ലഹറൈ ജഹന്നം എന്ന് പഠിപ്പിച്ച ആ സിറാത്ത് പാലത്തിലൂടെ തന്നെയാണ് ഒരു മുക്കിൽ എന്നെ കേൾക്കുന്നവർക്കും കടന്നു പോകാനുള്ളത്. അങ്ങനെ പോയാൽ മതിയോ? നമ്മളെ കുടുംബം എങ്ങനെ ആയാൽ മതിയോ? നമ്മളൊന്നുകൂടി ഉണരണ്ടേ? എന്റെ സ്നേഹത്തോടു കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു പിശാചിന്റെ മായാവലയത്തിൽ നമ്മളെ കാത്തുരക്ഷിച്ച്, ദുനിയാവിന്റെ പ്രമത്തതയിൽ നിന്ന് കാത്തുരക്ഷിച്ച്, ഉപരിയുള്ള റബ്ബ് ഈമാനിന്റെ പ്രകാശം നമ്മളെ ഹൃദയങ്ങളിലേക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മളിൽ ചില ആളുകളുടെ ധാരണ, ഒഴിവ് കിട്ടിയിട്ട് വേണം ഉസ്താദ് പറഞ്ഞ പോലൊക്കെ ജീവിക്കാൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാ ഈ കാര്യം പറഞ്ഞുതരാം, അങ്ങനെ സമയമില്ല, അങ്ങനെ ഒരു സമയമല്ല. ചില ആളുകൾക്ക് ഇനി ഖുതുബ കേട്ട് കുറച്ചൊക്കെ ഈമാൻ മനസ്സിനോട് കയറിയാലും എന്താ ചിന്തിക്കുക? ഒന്ന് ഉഷാറാകണം, ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് ഇൻഷാ അല്ലാഹ്? അതിന്റെ പരിധി എത്രയാ? ഓല് പറയും കുറച്ചുകൂടി കഴിയട്ടെ, ഇപ്പൊ ഇങ്ങനെ അടിച്ചു പൊളിച്ചെടുക്കണ സമയമല്ലേ എന്ന് പറയണവർ. പിന്നെ ചില ആളുകൾ പറയണത് ജോലിയൊക്കെ കഴിഞ്ഞൊന്നുകൂടെ ഫ്രീ ആകട്ടെ. പിന്നെ ചില ആളുകൾ പറയണത് കുറച്ച് നീക്കിരിപ്പ് വേണം, അതിന്റെ ഓട്ടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് ഞാൻ സജീവായിരിക്കും, അത് കഴിഞ്ഞിട്ട് സജീവായിരിക്കും. പിന്നെ പറയാൻ എന്താ അറിയോ? സമയം ഒന്നിനും തികയണില്ല, എല്ലാം ശരിയാവുന്നുണ്ട് ഉസ്താദ്, ഞാൻ എല്ലാറ്റിലേക്ക് സജീവാകാൻ വരുന്നുണ്ട് അല്ലേ? ഈ പറഞ്ഞവന്റെ മരണവാർത്തയാണ് പിന്നെ കേട്ടത്. ഇന്നാള് മരിച്ചു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, പൊതുവായിട്ടുള്ള കാര്യം പറയാൻ. ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് നാളെയാകാം ഒന്ന് ഫ്രീ ആകട്ടെ എന്ന് തീരുമാനിച്ച ആളുകളെയാണ് വാട്സപ്പുകളിലൂടെ ഫോട്ടോ സഹിതം വന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന വ്യക്തി ഇതാ മരണം വരിച്ചിരിക്കുന്നു, ജനാസ നമസ്കാരം ഇത്ര മണിക്ക് അല്ലേ? ഇതൊക്കെ നമ്മളതൊക്കെ സമൂഹം കേൾക്കുന്ന ഒരു കാലം വരാണ്ട്. അതുകൊണ്ട് ആ ഒരു നീക്കി വെക്കുവാൻ അല്ല പറഞ്ഞില്ല, അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ല. ഏതുവരെ നിങ്ങൾ പിന്തിപ്പിക്കുക? നരകം വരെയാണോ എന്ന് ചോദിച്ചു. നരകം വരെയാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് എൻ്റെ യൗവനം എങ്ങനെയാണോ, എൻ്റെ ആരോഗ്യം എങ്ങനെയാണ്, എൻ്റെ സമ്പത്ത് എങ്ങനെയാണ്, എൻ്റെ സമയം എങ്ങനെയാണ്, എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഐഫോണിട്ട് പറയുന്നു ഉപയോഗിക്കുന്നത് നല്ലോണം ആലോചിക്കുക. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഈ ആയത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് രണ്ടോടത്താ പറഞ്ഞത് തഖുല്ലാഹ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആദ്യം എവിടെ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഒന്ന്, പിന്നെ പറഞ്ഞത് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. എന്താ ചോദ്യം? നാളേക്ക് പോകേണ്ട ലോകമുണ്ട്. എന്താ ലഗേജിലുള്ളത്? നാളെ ദുബായിലേക്ക് പോവാണ്, UAE പോവാണ്, സൗദി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വിദേശ ട്രിപ്പ് ഉണ്ട്,
സഹോദരങ്ങളെ, ഫാമിലി കൂടി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഒരുക്കിയേക്കും അല്ലേ? നല്ലൊരു പെട്ടി നമ്മൾ സംഘടിപ്പിക്കും, ഡ്രസ്സ് വെക്കും, പേസ്റ്റ് വെക്കും, ബ്രഷ് വെക്കും. അവിടെ ചെന്ന് ഇടങ്ങേറാകാതിരിക്കാനുള്ള എല്ലാം വെക്കും. എന്തേ കാരണം? ഒരു യാത്രക്ക് പോകാൻ. എന്നാലേ തിരിച്ചു പോകാത്ത, തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്രയുടെ പേരാണ് മരണം. അന്ന് നമുക്ക് സഞ്ചരിക്കാനുള്ള വാഹനത്തിന്റെ പേര് ഇന്ന് നമ്മളെ കാർ പോർച്ചുള്ള വണ്ടിയല്ല, അതിന് 6 കാലുണ്ട്. അത് ഡ്രൈവ് ചെയ്യുന്നത് നമ്മളല്ല, അത് നാട്ടുകാരാണ്. അന്ന് നമ്മൾക്ക് ധരിക്കാനുള്ള വസ്ത്രം അയൺ ചെയ്ത ഡ്രസ്സല്ല, കർപ്പൂരത്തിന്റെ മണമുള്ള മയ്യത്തിന്റെ കഫം പുടവയാണ്. അന്ന് നമ്മൾക്ക് കിടക്കാനും താമസിക്കാനുള്ള റൂമുകൾ എയർ കണ്ടീഷനുകൾ സജ്ജീകരിച്ച റൂമല്ല, മണ്ണറക്കൂടാണ്. അതുകൊണ്ട് അവിടെ ലൈറ്റ് കത്താൻ, അവിടെ സന്തോഷത്തിലാകാൻ മുനീർ ഷറഫി ഉസ്താദ് ഒന്നുകൂടി പറയാണ്, ഈ 1:29:35 ഞാൻ പറയാണ്, ഇപ്പൊ ഈ സെക്കൻഡിൽ മരിച്ചാലേ 4 മണി എന്ന് പറയുന്നൊരു വൈകുന്നേരം സമയമുണ്ടോ, അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞതൊക്കെ നടക്കും. കാരണം മയ്യത്താരും ഫ്രിഡ്ജ് കയറ്റിക്കൂല, മയ്യത്താരും എടുത്തു വെക്കൂല. അതുകൊണ്ട് നാളെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കണ്ട. പടച്ചോന്റെ ചോദ്യം എന്തുണ്ട് നിങ്ങളുടെ കൈകളിൽ? പക്ഷേ ദുനിയാവിലേക്ക് നമ്മൾ അതിനങ്ങോട്ട് ഖിയാസാക്കുമ്പോൾ നമുക്ക് പറയാനുണ്ട്, ഉസ്താദേ ദുനിയാവിന്റെ വിഷയമാണ് ഞങ്ങൾ ചോദിച്ചത്. വീടൊരുക്കിയിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് നീക്കി വെച്ചിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല സേഫ് സോണിലാണ് ഉസ്താദേ, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, ഭാവി പദ്ധതികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാളെയുടെ ദുനിയാവിന്റെ കാര്യമെണ്ണുന്ന നമുക്കെന്തേ? ഖബറിന്റെ വിഷയം പറയുമ്പോ നിസ്കാരം ഓക്കെയാണ്, ജമാഅത്ത് ഓക്കെയാണ്, സ്വകാര്യത ഓക്കെയാണ്, എന്റെ ഡ്രസ് കോഡ് ഓക്കെയാണ്, എന്റെ സ്വഭാവം ഓക്കെയാണ്, ഹറാമിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് പറയാൻ പരലോകത്തിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഇനി ഇതിനേക്കാൾ മനസ്സിലാക്കിയത് എന്നെ കൊണ്ട് പറ്റില്ല. ചിന്തിച്ചോളി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതുകൊണ്ട് ഇന്ന് ഖുർആൻ പഠിച്ചാലേ സുഖമായിട്ട് ഖബറ കിടക്ക നാളെ. അതോടൊപ്പം തന്നെ ഇന്ന് സദഖ കൊടുത്താലേ അതിന്റെ തണലിൽ നിൽക്ക നാളെ. അതോടൊപ്പം തന്നെ ഇന്നൊരാളെ നന്മയിലേക്ക് ക്ഷണിച്ചാൽ നാളെ അതിന്റെ കൂലി നിനക്ക് റബ്ബ് കുറയാതെ തരും. ഇന്നൊരു പാപം നീ ഉപേക്ഷിച്ചാൽ നാളെ അതിന്റെ സുഖം നിനക്ക് അനുഭവിക്കാം എന്നുള്ള തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയട്ടെ. ഞാൻ ഈ ഖുത്ബയുടെ അവസാനത്തിൽ ഒറ്റ ഹദീസ് കൂടി കേൾപ്പിക്കാൻ. അത് മഹാനായ ശദ്ദാദ് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. മുത്തുനബിയുടെ സദസ്സിലെ സജീവ സാന്നിധ്യമായിരുന്ന സ്വഹാബിയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അൽ കയ്യിസ്, ആരാണോ ബുദ്ധിമാൻ. ഇവിടെ കുറെ സമ്പാദിക്കണവനാണെന്നല്ല, നമ്മളെ നബിന്റെ ഭാഷയിൽ ട്ടോ. ആരാണ് ബുദ്ധിമാൻ? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളെ വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയവനാരാണോ അവനാണ് കയ്യിസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശക്തനാരാണ്? വൽ ആജിസ്. തിരിച്ചും പറഞ്ഞു, അശക്തനാരാ? തന്റെ നഫ്സിന്റെ ഇച്ഛകളെ മാത്രം പിൻപറ്റി ജീവിക്കുക. മനസ്സ് എന്ത് പറഞ്ഞു അങ്ങോട്ടാണ് പോവുക. മനസ്സ് നല്ലതും ചീത്തയും ഒക്കെ പറയും. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് സ്വന്തം ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ രക്ഷപ്പെടുത്തിയവനാരാണോ ഒരു സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞത്. ഖുർആൻ വെറുതെ പറഞ്ഞല്ല. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത് മനസ്സിന് നന്മയിലേക്കൊരു മുന്നിടലുണ്ട്, തിന്മയിലേക്കൊരു പിന്നിടലുമുണ്ട്. നന്മയിലേക്ക് മുന്നിടാൻ മനസ്സ് പറയുമ്പോഴൊക്കെ നീ കൂടെ ചെല്ലണം, തിന്മയിലേക്ക് മനസ്സ് വിളിക്കുമ്പോഴൊക്കെ റിജക്ട് ചെയ്യണം. ആരാ പറഞ്ഞത്? ഹബീബായ പ്രവാചകന്റെ ദീനി സദസ്സിലെ ഈമാനിന്റെ നിറകുടമായ ആ 2 കാലുകൾ മാത്രം ഉഹദ് മലയോളം കനമുണ്ടെന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അദ്ദേഹം വെറുതെ പറഞ്ഞല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് എന്നിട്ട് പറയാണ് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവരാവുക. സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം ദുനിയാവ് മറ്റും ഒഴിവാക്കണം എന്നല്ല. എല്ലാ രംഗത്തും നമുക്ക് ആസ്വദിക്കേണ്ടതൊക്കെ ആസ്വദിക്കണം. പക്ഷെ നമ്മൾ നന്മയുടെ വിഷയത്തിൽ നമ്മൾ സജീവാക്കണം. എത്ര ആളുകളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. എൻ്റെ ബാധ്യത നിർവഹണം എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തി എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കാൻ നമുക്കെല്ലാം സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ ഗതകാലങ്ങളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ വീഴ്ചകളഖിലം പാപങ്ങളേറെ പൊറുക്കുന്ന ഗഫാറായ, പാപങ്ങളേറെ പൊറുക്കുന്ന ഗാഫിറായ, പാപങ്ങളേറെ പൊറുക്കുന്ന ഗഫൂറായ
പാപങ്ങൾ ഏറെ പൊറുക്കുന്ന തവ്വാബായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണമെന്ന് പറയുന്ന മഹായാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ സ്വർഗത്തിലെ മഖാദം കണ്ടു മരിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശാരീരികമായ വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പള്ളിയിൽ പ്രവാസിയായി ജീവിക്കുന്ന ഒരു വ്യക്തി സജീവമായി നമ്മുടെ പള്ളിയിൽ വരുന്നൊരു സഹോദരനാണ്. ഇന്ന് ഞാൻ എൻ്റെ ഖുതുബക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു മെസ്സേജ് വരികയുണ്ടായി, ഉസ്താദ് ശാരീരികമായി തീരെ സുഖമില്ല, ഇന്ന് ഞാൻ കുവൈത്തിലേക്ക് പോകേണ്ട ആളായിരുന്നു എന്ന് ഉണർത്തി ക്യാൻസലാക്കിയ യാത്ര. ശാരീരികമായി തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. ആ സഹോദരന്റെ ശാരീരിക വിഷമതകൾ എന്താണോ ഷാഫിയായ റബ്ബ് അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ശാരീരികമായി ഒട്ടനവധി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലും ഉണ്ടാകാം. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിനെയും ശിഫയെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളിൽ നിന്നുമൊക്കെ നമുക്ക് സന്തോഷകരമായ കൺകുളിർമയുള്ള ജീവിതം തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സിറാത്ത് കടന്ന് അതിശീഘ്രതയിൽ കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ഒരുപാട് ഫിത്നയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല കോണുകളിൽ ശത്രുക്കളെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ ഉമ്മത്തിലെ പല അംഗങ്ങളുമുണ്ട്. അള്ളാഹു അവർക്ക് മോക്ഷം നൽകുമാറാകട്ടെ. ഉപരിലോകത്തുള്ള സഹായം അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ഇസ്ലാമിക ബദ്ധവേരികളായ ശത്രുക്കളെ കരങ്ങളിൽ നിന്നും ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ഇതര മതാദർശക്കാരൊക്കെയുണ്ടോ അവരെയെല്ലാം ഈ രാജ്യത്തിന്റെ ദ്രോഹികളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, മിനിങ്ങളായ മിനാത്തുകളായ ആളുകൾ. ആ കൂട്ടത്തിൽ നമുക്കൊക്കെ ദീന് പകർന്നു നൽകിയ ഉസ്താദന്മാരുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, നമ്മളെ കൂടെ നടന്നവരുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്, ആദർശ സുഹൃത്തുക്കളുണ്ട്. ആരൊക്കെയാണോ മണ്ണറക്കൂട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് അവരുടെ എല്ലാം ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.